ഞാൻ പാസ്സായ സമയത്തുള്ള എൻ്റെ ഒരു അനുഭവം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രദർ നേരത്തെ പാസ്സായിരുന്നു. ബ്രദർ പാസ്സായ സമയത്ത് ഫാമിലിയിൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പാസ്സാവാത്തില്ല, വിഷമമായിരുന്നു അവർക്ക്, പാരൻസിന് കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ റിസൾട്ട് നോക്കുന്ന സമയം എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. കാരണം ഞാൻ ഒരു ലിവിങ് റൂമിലിരുന്ന് എൻ്റെ ഫോണിൽ സാധനം റിസൾട്ട് കിട്ടാറില്ല, പക്ഷേ ലിങ്ക് ഓപ്പണായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നു. ഞാൻ എൻ്റെ റോൾ നമ്പർ SR നമ്പർ അടിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്ന ആ പാസ് എന്നുള്ള ഒരു യെല്ലോ കളറിലൊരു ആ ഒരു 4 ലെറ്റേഴ്സിലോട്ടാണ്. അപ്പോൾ തന്നെ എൻ്റെ മൈൻഡ്, ഞാൻ എന്തൊക്കെയോ ഹാലൂസിനേഷൻ ആണോ അതോ ഹാപ്പിനെസ് ആണോ, ഐ ലിറ്ററലി ബിക്കം സംതിങ് എൽസ്. ആൻഡ് ഞാൻ എൻ്റെ ബെഡ്റൂമിലോട്ട് പോകുന്ന സമയത്ത് ഉമ്മ അവിടെ ഇരുന്നുണ്ട്, മദർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയാണ് റിസൾട്ട് വരുന്നത് അറിയാം. ഞാൻ ഫോൺ എങ്ങോട്ടോ എറിഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ബെഡിൽ കിടന്നു കരഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, എന്താണ്? ഞാൻ പറഞ്ഞു പാസ്സായി എന്ന് പറഞ്ഞു. എന്നിട്ടൊരു ടൈറ്റ് ഹഗ് മോമുമായിട്ടുണ്ടായിട്ടുണ്ട്. അത് മോം കുറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പ്രഷറും ആ ഒരു എക്സാമിൻ്റെ ആ സമയത്തുള്ള മെൻറ്റാലിറ്റിയൊക്കെ മോമിന് കൃത്യമായിട്ട് അറിയാം. കാരണം വീട്ടിൽ നിന്ന് ഞാൻ 1-2 പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോമിന് ആ ടൈറ്റ് ഹഗ്ഗും ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ കണ്ണീരും എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നും ഞാനപ്പോൾ പിന്നെ എനിക്ക് ബ്രദർ പുറത്താണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രദറുമായിട്ട് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ബ്രദറും അവന് ഒരു റെയിനൊക്കെ ആയതുകൊണ്ട് റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ കണക്റ്റായിട്ട് അവൻ പറഞ്ഞു എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞ് പാസ്സായി. അപ്പോൾ അവനും കരഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാരൻസും ഞാനും എല്ലാവരും ആ ഒരു കരച്ചിലും, ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു ആ ഒരു മൊമെൻറ്റ് പിന്നെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു ജേണിയിൽ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. നമ്മൾ ആ പ്രശ്നത്തിൽ ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണമെന്നല്ല, ചിലപ്പോൾ വീക്കെൻഡ് വേണ്ടി വരും. വീക്കെൻഡ് ഇപ്പോൾ ഒരു ദിവസം മൊത്തം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം വേണ്ടി, അപ്പോൾ അവർലി ബ്രേക്ക് വേണ്ടി വരും. എനിക്കൊന്നും അങ്ങനെ ഒരു 3 മണിക്കൂറൊന്നും കണ്ടിന്യൂസ് ആയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇരിക്കും, 2 മണിക്ൂർ ഇരിക്കും, ഒരു 5 മിനിറ്റ് ജസ്റ്റ് റെസ്റ്റ് ചെയ്യും, ഫോൺ ഉപയോഗിക്കും. കൃത്യമായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫോൺ ഓഫാക്കി വെക്കും. ഇത് ബാക്കി പിന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് ഈ അധികം ഫാക്കൽറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു പ്ലാനിലൂടെ കൃത്യമായിട്ട് മുന്നേറി കഴിഞ്ഞാൽ CA നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മേക്ക് യുവർ പാരൻസ് പ്രൗഡ്. താങ്ക് യു.